ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്ലൗസ് കട്ടിംഗ് ആണ്. ലൈനിങ് വെച്ചിട്ടുള്ള ഒരു ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പം അളവ് ബ്ലൗസ് വെച്ചിട്ടാണ് അളവെടുക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ലൈനിങ് 4 ഫോൾഡറാക്കിയിട്ട് മടക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് ലെങ്ത്ത് ഇടപെടുത്താം. അങ്ങനെ നമ്മൾ 4 ഫോൾഡറാക്കി വെച്ചതിന് ശേഷമാണ് ഈ ഒരു ബ്ലൗസിൽ നിന്നും അളവെടുക്കുന്നത്. കണ്ടല്ലോ, ലൈനിങ് ക്ലോത്ത് ഇതുപോലെ 4 ഫോൾഡറാക്കി മടക്കി വെച്ചു. ഇതുപോലെ ബ്ലൗസ് എടുത്ത് ലെങ്ത്ത് നോക്കുക. ഷോൾഡറിൽ നിന്ന് താഴേക്ക് 13.25 നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത്. 13.5 എന്ന് പറയാം. അപ്പം നമുക്ക് 15 അടയാളപ്പെടുത്താം. ഇനി നമുക്ക് അളവ് ബ്ലൗസ് എടുത്ത് ഷോൾഡർ എത്രയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ ടേപ്പ് പിടിച്ച് നോക്കുക. അപ്പോൾ 10 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് 1/2 ഇഞ്ച് ആഡ് ചെയ്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ 5.5 ഇവിടെ കൈക്കുഴി അടയാളപ്പെടുത്തിയത്, ഷോൾഡർ അടയാളപ്പെടുത്തിയത്. അതേപോലെ തന്നെ കൈക്കുഴി എത്രയാണെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ ടേപ്പ് പിടിച്ച്, അപ്പോൾ 6 നമുക്ക് കിട്ടിയിട്ടുള്ളത്. 6 അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതുപോലെ പെട്ടിക്കോളം വരച്ച് കർവ് കൊടുക്കുക. ഒരു ഇഞ്ച് അകലത്തിൽ വേണം കർവ് കൊടുക്കാൻ. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റ് അളവാണ് നോക്കേണ്ടത്. ബ്ലൗസ് എടുത്ത് നിവർത്തി വെച്ച് കൈക്കുഴിയുടെ ഒരു ഭാഗത്ത് നിന്നും അടുത്ത കൈക്കുഴിയുടെ ഭാഗം വരെ അളവ് നോക്കുക. അപ്പം നമുക്ക് കിട്ടിയത് 18 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 9 ഇഞ്ച് അടയാളപ്പെടുത്താം. 18ൻ്റെ പകുതി 9 അടയാളപ്പെടുത്തുക. അതിലേക്ക് 2 അല്ലെങ്കിൽ 2.5 അടയാളപ്പെടുത്താം. ഇനി ബ്ലൗസിൻ്റെ താഴെ വേസ്റ്റ് അളവ് നോക്കാം. ഇതുപോലെ ടേപ്പ് പിടിച്ച് നോക്കുക. അപ്പം 14.5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 15 തന്നെ അടയാളപ്പെടുത്താം. അപ്പം 7.25 അടയാളപ്പെടുത്തുക. അതിലേക്ക് 2.5 ഇഞ്ച് സീം അലവൻസും ചേർത്ത് ഇതുപോലെ വരച്ചെടുക്കുക. നമ്മുടെ ഈ ഒരു കട്ടിങ് ചെയ്യുന്ന ക്ലോത്ത് കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് 4 ഇഞ്ച് വേണ്ട അളവ് കേട്ടോ, പോയിൻറ്റിൻ്റെ അളവാണ്. അപ്പോൾ മുകളിൽ നിന്നും ഷോൾഡറിൽ നിന്നും താഴേക്ക് ആ ഒരു പോയിൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വന്ന അവിടെ നിന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 8 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. 7.5 ഇഞ്ചാണ് ഈ ഒരു ബ്ലൗസിനുള്ളത്. അപ്പം 8 ഇഞ്ച് അടയാളപ്പെടുത്താം. 1/2 ഇഞ്ച് കൂട്ടിയിട്ട് അടയാളപ്പെടുത്താം. അതുപോലെ അതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. അപ്പം 3.5 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ബ്ലൗസിൻ്റെ വിഡ്ത്ത് 3.5. അപ്പോൾ 3.5 അടയാളപ്പെടുത്താം. ഇനി ആ ഒരു 3.5 അടയാളപ്പെടുത്തിയ ഭാഗത്ത് പോയിൻ്റ് വെച്ചതിന് ശേഷം അപ്പുറത്തേക്കും അങ്ങനെ 3 ഭാഗത്തായിട്ട് 1.5 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ ടെക്ക് മാർക്കിന് വേണ്ടി അടയാളപ്പെടുത്തുക.
പോയിന്റ് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് വിടുത്തിൽ വേണം. ഇനി അടുത്തതായി കട്ടിങ് അടയാളപ്പെടുത്താം. അപ്പം നമുക്ക് ഈ ബ്ലൗസിൻ്റെ കട്ടിങ് 3.5 കിട്ടിയത്. അപ്പം 4 അടയാളപ്പെടുത്താം. 4 4/4 അടയാളപ്പെടുത്താം. അതേപോലെ കട്ടിങ്ങിൻ്റെ ഈ ഒരു സൈഡിലുള്ള ഭാഗം 2 കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് 3 അടയാളപ്പെടുത്തുക. എന്നിട്ട് കട്ടിങ് ഇതുപോലെ കർവായിട്ടൊന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നെക്കളവാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് ഇതുപോലെ കുഴിച്ച് വെട്ടുന്നുണ്ട്. ഫ്രണ്ട് പാർട്ട് മാത്രം കേട്ടോ. ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടാൻ വേണ്ടി ഇതുപോലെ വരച്ച് കർവ് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളിപ്പോൾ വരച്ച എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്യാം. ഷോൾഡറിൽ നിന്നും കൈക്കുഴിയിൽ നിന്നും തുടങ്ങി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ അതിൻ്റെ എഡ്ജ് എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കട്ടിങ്ങൊക്കെ കട്ട് ചെയ്യാം. അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ ഫോൾഡർ വന്നിട്ടുള്ള ഭാഗവും കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്യുന്നത് കട്ടിംഗ് ആണ്. അതും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. ഫ്രണ്ട് പാർട്ട് മാത്രം കട്ട് ചെയ്യണം കേട്ടോ, താഴെ കട്ട് ചെയ്ത് പോകരുത്. ഇനി ഷോൾഡർ ആ ഫോൾഡിങ്ങുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ലൈനിങ് ഇതുപോലെ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ നമുക്ക് നെക്ക് അടയാളപ്പെടുത്താനുണ്ട്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടൊക്കെ നെക്ക് വിടുത്തും ലെങ്ത്തൊക്കെ അടയാളപ്പെടുത്തി അത് വരച്ചെടുക്കുക. അതേപോലെ നമ്മൾ ടെക്ക് മാർക്ക് ഇട്ട എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് നോച്ചിട്ട് അടയാളപ്പെടുത്താം. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പാർട്ടും കിട്ടി. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് ആ ഒരു പകർപ്പ് അടുത്ത ഭാഗത്തേക്കും ഇതുപോലെ പകർത്തിയെടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്ക് വിഡ്ത്തും ലെങ്ത്തും അടയാളപ്പെടുത്തി വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നെക്ക് ഇത് അതേപോലെ വെച്ചടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ തുന്നി കൊടുക്കലാണ്. അപ്പോൾ ഈ ബ്ലൗസ് നമുക്ക് അളവിന് കിട്ടിയ ബ്ലൗസ് ലൈനിങ് വെച്ച് മറിച്ചൊക്കെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ബ്ലൗസും ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് എത്രയാണോ വിഡ്ത്ത് 5.5 അപ്പോൾ 2.25 വിഡ്ത്ത് അടയാളപ്പെടുത്താം. നെക്ക് വിഡ്ത്ത് 2.25 അടയാളപ്പെടുത്തുക. ലെങ്ത്ത് നമുക്ക് എത്രയാണോ അതിലേക്ക് 1/2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്താം. അപ്പോൾ ഈ ഒരു നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇതുപോലെ വരച്ച് ആ ഒരു റൗണ്ട് നെക്കൊക്കെ അടയാളപ്പെടുത്തിയത് നമുക്ക് അപ്പുറത്തേക്ക് അച്ചടിച്ചിട്ട് ഇതേ അളവിൽ ഈ ഒരു ലൈനിങ് വെച്ചിട്ട് മറിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്താണ്ട് നല്ലതുപോലെ നമ്മൾ വരച്ചെടുത്തു. ഇനി അതേപോലെ ബാക്ക് നെക്ക് നമുക്ക് അടയാളപ്പെടുത്താം. 2.25 വിഡ്ത്ത് അടയാളപ്പെടുത്തി നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് നോക്കി അതിലേക്ക് 1/2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് നെക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താം. അപ്പം നമുക്കിത് 7.5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 8 ഇഞ്ച് ബാക്ക് നെക്ക് അടയാളപ്പെടുത്താം.
ഇതുപോലെ പെട്ടിക്കോളം വരച്ച് കർവ് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പാർട്ട് ചെയ്ത പോലെ തന്നെ അടുത്ത ഭാഗത്തേക്ക് ഇതൊന്ന് പ്രസ് കൊടുത്ത് അച്ചടിക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ആർക്കും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടൊക്കെ നെക്കും എല്ലാ ഭാഗവും അടയാളപ്പെടുത്തി ഇതുപോലെ പ്രസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പാർട്ട് വെച്ചിട്ടൊന്ന് ബാക്ക് പാർട്ട് എടുത്തിട്ട് നമുക്കിനി മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. അപ്പോൾ മെയിൻ ക്ലോത്ത് 4 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ ബാക്ക് പാർട്ട് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ഇതുപോലെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളെ കറക്റ്റ് ലെങ്ത്തിന് കണക്കാക്കി വെച്ച് ബാക്ക് പാർട്ട് വെച്ച് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ക്ലോത്ത് താഴെ കുറച്ച് ഏറെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആ ഒരു ത്രെഡ് വർക്ക് വരുന്ന അവിടെ വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ മടക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് ക്ലോത്ത് ബാലൻസ് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ വെച്ച് ഈ ബാക്ക് പാർട്ടിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ലൈനിങ് ചെയ്തതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടൊക്കെ ബാക്ക് പാർട്ടിൻ്റെ അളവിലാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു ലൈനിങ് വെച്ചിട്ട് ആ നെക്ക് അടയാളപ്പെടുത്തിയത് അതേ അളവിൽ സ്റ്റിച്ച് ചെയ്താണ്ട് നമുക്ക് മറിക്കാം. കണ്ടല്ലോ. അപ്പോൾ കട്ടിങ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ വിട്ടിട്ടുള്ളത്. സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ എത്രയോ തവണ വിട്ടതാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് 4 ലൈനിങ് 4 ഫോൾഡറാക്കി മടക്കുക. അപ്പോൾ നമ്മുടെ ബ്ലൗസ് എടുത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കുക. സ്ലീവ് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 9.5 9.25 നമുക്ക് കിട്ടിയത്. 9.5 എന്ന കൂട്ടാം. അപ്പോൾ ഒരു 11 അടയാളപ്പെടുത്താം. അപ്പോൾ 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം അടയാളപ്പെടുത്താൻ. ഇനി അതേപോലെ ആം ഹോൾ എത്രയാണെന്ന് നോക്കാം. ഇതുപോലെ നോക്കുക. അപ്പോൾ 7 7.25 ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 2.25 ഇഞ്ച് താഴേക്ക് കർവ് വരയ്ക്കാൻ വേണ്ടി അടയാളപ്പെടുത്തുക. അതുപോലെ എന്നിട്ട് 7.25 അടയാളപ്പെടുത്തി. കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു മടക്കിൻ്റെയും കാട്ടിൽ ഏറെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പീസ് വെച്ച് ഏച്ച് കൊടുക്കട്ടോ. ഇനി ഏറ്റവും താഴെയുള്ള അളവ് നോക്കാം. അപ്പോൾ 5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അവിടെയും 5 ഇഞ്ച് അടയാളപ്പെടുത്തി അതിലേക്ക് സീം അലവൻസ് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി വരയ്ക്കുക. നമ്മൾ ഇതുപോലെ വരയ്ക്കുക. സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ വരച്ച് ആ ഒരു കർവിൻ്റെ ഭാഗത്ത് നമുക്കൊരു പീസ് വെച്ച് കൊടുക്കാനുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കട്ടോ. ഇതുപോലെ കർവ് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് കുറച്ച് പീസ് വെക്കണം. അത് നമുക്ക് ലാസ്റ്റ് വെച്ചെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെച്ചെടുത്താൽ കേട്ടോ. അവിടെ ഈ ഫോൾഡിങ്ങിലെ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ആക്കാം. അതേപോലെ സ്ലീവ് നമുക്ക് കുഴിച്ച് വെട്ടാനുണ്ട്.
അതേപോലെ തന്നെ മെയിൻ ക്ലോത്തിലും 4 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ ലൈനിങ് വെച്ച് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ബിഗിനേഴ്സിന് വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്ലോയിൽ ഇട്ടത്. അപ്പോൾ ബിഗിനേഴ്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞു. ലൈനിങ്ങും മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് 1.5 പീസ് 2.5 പീസും കട്ട് ചെയ്യാനുണ്ട് ഹുക്സ് വെക്കാനുള്ള ബാൻഡ്. 1.5 പീസ് 2.5 പീസൊക്കെ നമുക്ക് ലൈനിങ്ങിൽ നിന്നും കട്ട് ചെയ്യാം. അപ്പോൾ ഈ ക്ലോത്തിൽ നമുക്ക് ഇങ്ങനെ ഹോൾസ് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ലൈനിങ്ങിൽ നമ്മൾ 1.5 പീസ് 2.5 പീസും കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്ന ഓരോ മെത്തഡാണ് വീഡിയോയിൽ ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ചാനലിൽ പോയി മറ്റുള്ള വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണേ. ഇനി നമുക്ക് ഹുക്സ് വെക്കാനുള്ള ബാൻഡ് കട്ട് ചെയ്യാനുണ്ട്. ഹുക്സ് വെക്കാനുള്ള ബാൻഡ് 1.5 ഇഞ്ചിൽ 2 ഇഞ്ച് എടുക്കുക. മറ്റേ ബാൻഡ് 2.5 ഇഞ്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. അപ്പം സ്റ്റിച്ചിങ് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ എത്രയോ തവണ വിട്ടതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ചാനലിൽ പോയി കണ്ട് അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കട്ടിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല ഭാഗത്ത് ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം വെച്ച് നെക്ക് അടയാളപ്പെടുത്തിയത് അതേ അളവിൽ തന്നെ ഇതുപോലെ വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് വന്നിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ മറിച്ചിട്ട് പ്രസ്തിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ടെക്ക് മാർക്ക് അടയാളപ്പെടുത്തിയ ആ ഒരു ഭാഗത്ത് നെക്ക് അടയാളപ്പെടുത്താതെ അപ്പുറത്തെ സൈഡിൽ അടയാളപ്പെടുത്താം. എന്നിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ആ ടെക്ക് മാർക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല. നെക്ക് മറിച്ചാൽ ആ ടെക്ക് മാർക്ക് ഉള്ളിലായി പോകും. അപ്പം പുറത്ത് വരുന്ന രീതിക്ക് വേണം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ബ്ലൗസ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു മെത്തഡാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.